ഓക്കെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ്. നമ്മൾ നേരത്തെ ലാപ്ടോപ്പിൽ കളിക്കുന്നു എന്ന് പറഞ്ഞത് മെസ്ക്രാഫ്റ്റ് ആയിരുന്നു. അത് ഫേക്ക് മൈൻക്രാഫ്റ്റ്, ഇത് റിയലാണ് ബെഡ്റോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ചെയ്യാനാ കുറേ പരിപാടി ചെയ്യാനുണ്ട്. നിൽക്കേ, അയ്യോ ഞാൻ പീസ്ഫുൾ ഇട്ട് വെച്ചേക്കണേ. ഗെയിം മോഡ് മാറ്റാം. പീസ്ഫുൾ ആയിരുന്നു. ഈസി ബ്രാ. ഓക്കെ, ഇനി നമ്മളിവിടെ വില്ലേജൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടുപിടിച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ വില്ലേജ് കണ്ടുകൊണ്ട് ഈ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു ജസ്റ്റ്. ഓക്കെ, അപ്പം ഇതുവരെ എടുക്കാത്തൊരു മാപ്പാണ്. ഞാൻ നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സൗണ്ട് എന്താ കൂട്ടി? സൗണ്ട് ഓക്കെ, ഇതെന്താ അടയ്ക്കുന്നതിന് സൗണ്ടൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ബ്രൂം സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഈ കൊട്ടാരം ഞാൻ ഇവിടെ എനിക്ക് നല്ല സ്ഥലം തോന്നണം ഇവിടെയാ. ഇത് ഞാൻ എൻ്റെ വീടാക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ മണ്ടയിലാക്കാൻ പറ്റില്ല. ചരതി എന്ന് പറഞ്ഞൊരു കുന്തം വന്ന് നമ്മളെ ഒയ്യോ ഇപ്പൊ ചത്തേനെ ആള്. ഉമ്മ എന്താ പോകാൻ പറ്റത്ത്? എണീക്കൂടെ ചാട. ഓക്കെ, നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി മോഷ്ടിക്കണം. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ഈ ഒരു ബെഡ് നമുക്ക് ബെഡ് ആവശ്യമില്ല. ആ ബെഡ് എടുക്കണം. ബെഡ് എവിടുന്ന് കിട്ടുക? ഇവിടെ കുറേ ഷീപ്പൊക്കെ ഉണ്ട്, ചെമ്മരിയാടൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിനൊക്കെ തല്ലിക്കൊല്ലാനുണ്ട്. ഒരു വീടുണ്ട്. ഞാൻ ഇവിടുത്തെ കുറേ വീടൊക്കെ ഒന്ന് കണ്ട് ചോദിക്കട്ടെ. ഈ വീട്ടിലൊരു ബെഡുണ്ട്. അല്ലേ വേണ്ട, പക്ഷേ ഷീപ്പിനെ തല്ലിക്കൊന്നാൽ പോരെ, വെറുതെ പാവങ്ങളുടെ ഇതെടുത്തോണ്ട് കളയാം. അതിന് വേണ്ടി നമുക്ക് ആക്സ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ ആ ഒരു കാട്ടിൽ നല്ല കുറേ മരങ്ങളുണ്ട്. നമ്മൾ അയ്യോ ഇവിടുന്ന് ചാവുമോ? ചാവും. വഴിയില്ലേ? ഇത് ഇങ്ങനെ പോണോ? ഇങ്ങനെ അല്ലാതെ പോകാൻ ഓക്കെ, പുതിയ വഴി. സ്റ്റെപ്പ്. വില്ലേജറൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിനി ഇത് വേണം, വുഡൻ പ്ലാങ്ക്സ്. അതിനാദ്യം നമ്മൾ വുഡ് പറിക്കണം. ഇത് മൈൻക്രാഫ്റ്റ് കുറച്ച് റിയലിസ്റ്റിക് ആയതുപോലെയാണ്. എനിക്ക് ഈ ഇലയൊക്കെ വഴിയും നിരച്ചൊക്കെ കിടക്കണം. എന്തെങ്കിലും ആവട്ടെ. എന്തിയാ കിട്ടിയോ? കിട്ടി. 3 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഉണ്ടാക്കണം. ഈ വുഡ് ഗൈസ്, ഈ വുഡൊക്കെ പറിക്കാൻ എന്നാ പാടാല്ലേ. ബെഡ്റോക്ക് ഒന്ന് ഓർത്ത് നോക്കുക. ഇവിടുന്ന് ഞാൻ പറിക്കണില്ല. ഇവിടുന്ന് ഞാൻ വുഡ് പറിക്കില്ല. ഇനി ഇവിടുന്ന് പറിക്കാം. സോംബി മറ്റേ ആ വെള്ളത്തിലെ സാധനം ഇവിടെ ഇറങ്ങി വന്നാ. അതിന് രാവിലെ വരാൻ പറ്റിയ തണലത്ത് വെക്കണോണ്ടല്ലേ. എന്താ നമുക്ക് ഇലയൊക്കെ കിട്ടിയ നമ്മുടെ വീട് അലങ്കരിക്കാൻ ഉപയോഗിക്കാം. ഈ ഇല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടിട്ട്. കുഴപ്പമില്ല, ഇത് മൈൻക്രാഫ്റ്റ് അഡ്വഞ്ചറസ് ആയിരിക്കും നമ്മളെ. അന്ന് എത്ര നാൾ ഞാൻ എന്തൊക്കെയോ കാണിക്കാന്നൊക്കെ പറഞ്ഞ് സ്കിന്ന് കാണിച്ച് അതിൽ ഓരോ ഇതൊക്കെ സീക്രറ്റ് സാധനമൊക്കെ കാണിച്ചോണ്ടിരുന്നു. സെക്കൻഡ് അതും പൊട്ടിക്കണം. ഇത്രയൊക്കെ പോരെ ഒരു ഇതുണ്ടാക്കാൻ? വുഡൻ പ്ലാങ് അല്ല കിട്ടിയോ? എനിക്ക് വുഡ് കിട്ടിയോ? അതെന്തേലും കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ. സാപ്ലിങ്സ് ഉണ്ട്. ഈ സാപ്ലിങ്സ് നിങ്ങളെ സഹായിക്കണം. വേണ്ട, പിന്നെ ചെയ്യാം. ഇവിടെ ചെളിവെള്ളം. ഞാൻ ഇതിൽ കൂടെ കയറി പോണല്ലേ. ഇത് കുറച്ച് കഷ്ടപ്പെട്ട പണിയായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 2 ഡേർട്ട് വെച്ചേക്കാം. ഇങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ കയറിപ്പോയി ഒറ്റച്ചാട്ടം. ഇവിടെ ഒരു കുഴപ്പമില്ല. വീട് പണിയാൻ ഇപ്പം എനിക്ക് എന്നെ കൊണ്ടത്
വാ അരേ വാ അരേ വാ അരേ വാ അരേ വാ. ഇവിടെ അത് ഒന്നുമില്ല, ആറുമില്ല. ഓ ഇതുണ്ട് ഇതുണ്ട്. ഇത് വില്ലേജേഴ്സിന് ഇടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇത് മുട്ടിക്കുക. വില്ലേജേഴ്സിന് ഇടാൻ ഇത് പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞാൻ മുട്ടിച്ചു. ഇനി എന്ത് ഈ കുന്തം കഴിഞ്ഞൊന്ന് ഈ കുന്തം ഉണ്ടാക്കണ്ടേ. തന്താനെ 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 തന്താനെ. ഇതെന്ത് 2 സ്റ്റിക്സ് ഇത്ര ഉണ്ടാ? മൈക്ക് ഓഫായിരുന്നു അറിഞ്ഞില്ല, ഞാൻ തന്നെ ഓഫാക്കിയതായിരുന്നു അല്ലേ. ഓ കോൾഡ്രോൺ, ആ ആവശ്യം വരുമ്പോൾ എടുക്കാം. കോൾഡ്രോൺ വെച്ച് ഞാൻ ഇപ്പം എന്നാ കാണിക്കാനാ. ഏതോ ഒരു വീട് ഞാൻ വീട് എന്തിനാ ചൂസ് ചെയ്യുന്നേ. എൻ്റെ കൊട്ടാരം മതി, ഈ കൊട്ടാരം. അയ്യോ ഷീപ്പ് കുഞ്ഞുങ്ങൾ എന്ത്, ഷീപ്പ് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് അതിനെ കണ്ടുപിടിച്ച് വെച്ചാ. ഇവിടുന്ന് വന്നേ അതും എനിക്കറിയാം. ഓക്കെ ഇവിടുന്നല്ലേ ഞാൻ വന്നേ. ഇവിടുന്ന് വന്നേ ഞാൻ. അയ്യോ ചത്ത് ചത്തില്ല, ലൈഫ് പോയി, ഒരു ലൈഫ്. എന്താ ഷീപ്പ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണ്ടേ, ഷീപ്പ് കുഞ്ഞുങ്ങൾ. അല്ല ഇത്ര നേരം ഇവിടെ ഓടി കളിച്ചോണ്ടിരുന്നത്. ഇല്ലേ സാർ, ഇവിടെ ഷീപ്പ് കുഞ്ഞുങ്ങളുണ്ടോ? നിങ്ങളെൻ്റെ ഷീപ്പ് കുഞ്ഞുങ്ങളെ അടച്ചു വെച്ചേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒന്നുമില്ല, ഈ രാത്രിത്തേക്കൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. രാത്രിയായതല്ലേ, എന്താ രാത്രിയായിന്നാ തോന്നണ ഗൈസ്. രാത്രിയായി. ഓടിക്കോ ആ ചെക്കൻ നമുക്കിതില്ല, ബെഡില്ല. ചേട്ടാൻ്റെ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങാണ്. രാത്രിയാവട്ടെ, ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും. രാത്രി ഇതൊന്ന് രാത്രിയാവോ? ഓക്കെ രാത്രിയായി. രാത്രിയായി. ഓക്കെ കിടന്നുറങ്ങ. ഓക്കെ ഒരു മോൺസ്റ്ററും ഈശോയെ. അല്ല നമ്മൾ ഇരുട്ടത്തൊന്നും പോണില്ലല്ലോ, അതുകൊണ്ട്. ഫോളോ ചെയ്ത് അയ്യോ ഇതടച്ചിട്ടോ. ഓക്കെ നമുക്ക് ഇവിടുന്ന് രാജാവായതുപോലെ ചെന്ന് നോക്കാം. ഓക്കെ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാ, ചത്തോ? ഇത് പുകഞ്ഞ് അതായത് ഇതൊക്കെ സെറ്റിങ്സ് കുറച്ച് മാറ്റാണ്ട്.
ഓക്കെ. ഈ സൂം ചെയ്യേണ്ട സെറ്റിങ്സ് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. സൂം എനിക്കറിയില്ല. ഉമ്മ ഇപ്പൊ പോയനെ. പോ താഴോട്ടല്ലേ പോണ്ട. പോടെ താഴോട്ട്. എങ്ങോട്ട് പോകും? അവിടെ ഇങ്ങോട്ട്. ആ അങ്ങനെ ഉമ്മ വിളിക്കോ. എന്താ കത്തിക്കുവാറ്? സോംബിയാണോ? ഇതേ ഒരു ഇരയും കൂടി ഉണ്ട്. നമുക്ക് വിശക്കുണ്ട്. ആ ഇരേനെ നമുക്ക് കൊന്നിട്ട് ആ കിട്ടണ ഇറച്ചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സാധനം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോംബി കുട്ടൻ കത്ത്. സോംബി ഇരുന്ന് കത്തുണ്ട്. കൂടെ എൻ്റെ വയറിരുന്ന് കത്തുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെക്കാം. ഒന്നുമില്ല. എന്താ അവിടെ? ഓ അത് ഒതാറുടെ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ ഇപ്പൊ യാറ് ഇവിടെ പ്ലേസ് ചെയ്യാം. അല്ല വേണ്ട, നമുക്ക് മണ്ടേ കയറി വെക്കാം. രണ്ടെണ്ണം ഇത്രയും മണ്ടല്ലല്ല, തൊട്ട് താഴെ പോട്ട്. ആ അങ്ങനെ ഇവിടെ ഈ മൂലക്കുണ്ട്. വെക്കട. ആ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട? കായുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലേ ഇപ്പോൾ? ആ സ്റ്റിക്സ് വേണം അതിന്. നമുക്ക് ഒരു 4 സ്റ്റിക്ക് മതി. എത്ര മതി? അത്രയും മതി. നമുക്കൊരു ആക്സ് വേണം. കിട്ടും ആക്സ്. ആ ഇതിലല്ലേ ആക്സ് വേണം. പിന്നെ ഒരു പിക്കാക്സ് മതി. ഇത്രയും മതി. ജീവിക്കാൻ എത്രയൊക്കെ മതി നമുക്ക്. അല്ല ഇനി നമുക്കൊരു വാളും കൂടി വേണം. കുഴപ്പമില്ല, ഇപ്പം ആക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആക്സ് വെച്ച് നമുക്ക് മരവും വെട്ടാം. കണ്ട ഷീപ്പിനെയും കൊല്ലാം. ഒരെണ്ണം എടാ പോലെ പ്ലീസ് ഒന്ന് കൊല്ലാനാ പ്ലീസ്. ഓ കഷ്ടമുണ്ട്. ഓക്കെ ചത്തത്. ഒറ്റയടിക്ക് 2 അടിക്ക് ചത്താ. ആക്സിന് ഇത്രയ്ക്ക് പോറേണ്ടത് അറിയില്ല. 2 എണ്ണം കിട്ടി. 3 ഇതും കൂടി കിട്ടിയാൽ നമുക്ക് ഷീപ്പ്. അതെ. അയ്യോ ഇത് ബ്രൗണാ. പിക്കേക്സ് വെച്ച് നമുക്ക് ഇവിടെ മൈൻ ചെയ്യാൻ പോകണം. ഓക്കെ അതാണ് നമ്മുടെ മൈൻ ഗുഹ. പശുവിനെ വെച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇതിനെ വേണം. ഷീപ്പ് കോഴിയോ അല്ല, ഷീപ്പിനെ എപ്പോഴും വേണ്ടത്. ബെഡ് ഇപ്പം ചത്താണ്. അല്ല വെള്ളമല്ല, ചാവൂല. ചാവൂല. എവിടെ ഇങ്ങനെ പറപ്പിച്ചു പോടാ. നോക്ക് ഇതിന്റെ മണ്ടേ കയറി നോക്കണോ? മണ്ടേ കയറി നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ. ആ ഇത് പറഞ്ഞോ നിക്കടാ. എടാ പ്ലീസ് ഓടല്ലേ. ഈ ഏരിയ വിട്ട് നീ പോരുത്. ഞാനും പോയി അവൻ്റെ വിട്ട് പോലെ. അടി കിട്ടി. പോടാ നാണില്ലാത്തവൻ. ഞാൻ എന്നും ചാവാൻ പാടില്ല. അയ്യോ രാത്രിയായ. എത്ര മണി രാത്രിയായ? നമ്മൾ ആ സെറ്റിങ്സ് മാറ്റിയ സമയം കൊണ്ടോ? സെറ്റിങ്സ് ഇത്രയ്ക്ക് നേരം എടുത്തോ? നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കാം. ഹലോ പന്നിക്കുട്ടൻ, നമുക്ക് രാവിലെ അങ്ങ് നല്ല ഉഷാരാക്കാം. ഇപ്പോൾ ഈ വിശപ്പ് കാരണം ഒരെണ്ണം തീർത്തേ. അല്ല വേണ്ട, കുറേ വിശപ്പൊക്കെ ആകുമ്പോൾ തീർത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഈ സൂംബി ഒന്നും വരണില്ല. ഈ സൂംബി വരുന്നതിന് മുന്നേ എനിക്ക് കിടന്ന് ഉറങ്ങണം. ഓടുന്നു. സൂംബി വരുന്നതിന് മുന്നേ എനിക്ക് കിടന്ന് ഉറങ്ങണം.
ഒക്കെ സെറ്റിങ്സ് മാറ്റുമായിരുന്നു. ഒന്ന് രാവിലെ ആയാൽ വേണ്ടും. അത് ശരി, സന്ധ്യ ആയിട്ടില്ലേ? വെറുതെ എത്ര നേരം അകത്ത് കയറിയിരുന്നു. അയ്യേ, തണലായിരുന്ന. അശ്ശോ, ഇത്രയും സമയം കളഞ്ഞ് സന്ധ്യ ആവാറായി. എന്താ വീണ്ടും ബ്രേക്ക്? വീണ്ടും ആയോ? ഞാനിന്നല്ലാത്തതിനെ ഇട്ട് കൊല്ലാൻ പോവാം. അയ്യേ, ഇത് വെച്ചടിക്കും. ശരി, ഓക്കെ. ഇവിടെ ഏതെങ്കിലും ഇതെന്താ? അല്ല, ഈ ഷീപ്പിനെ കാണാനില്ല. ഷീപ്പ് ഒരെണ്ണത്തിനെ കൂടി കിട്ടിയാൽ മതി. 2 പൂളുണ്ട്. അതെന്തത്? തണലത്ത് സോംബീനെ ഞാൻ കണ്ടിരിക്കുന്നു ഗൈസ്. ഇത് തണലത്ത് തുറന്നിപ്പുണ്ട്. അവിടെ ഉണ്ട്. ഞാൻ കണ്ടു. ഒളിച്ചു നിൽക്കണ്ട. കണ്ട. അയ്യോ, സോംബി അല്ല. ഞാൻ വിചാരിച്ചാൽ നിക്കറും പാൻറ്റും ആയിരിക്കും. സോറി, അത് നിക്കറും ജീൻസ് ഉടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓടിക്ക, ഇതത്രയ്ക്ക് നല്ല സ്ഥലമല്ല. ഈ ഷീപ്പ് ബ്ലാക്ക് ഷീപ്പാ. തള്ളിയിടാം. തള്ളിയിടട്ടെ? കാണിച്ചു തരാം. തള്ളിയിട്ട് കാണിച്ചു തരട്ടെ? നല്ല രസം ഉണ്ടാവും കേട്ടാ. ഇല്ല, ഇവിടെ ഒരു ഷീപ്പും ഇല്ല. രാവിലെ എണ്ണിയൊക്കെ ഉണ്ട്. നമുക്കത് ഇവിടെ പട്ടിയല്ലടാ, അത് പട്ടിയാ. അത് ഞാൻ വിചാരിച്ചതാണ് എൻ്റെ പട്ടി. ആ പട്ടിയാടാ. ഞാൻ നൈസായിട്ട് പെറ്റാക്കാൻ നോക്കാം. എടാ ചെന്നായേ, ഇങ്ങോട്ട്. ഇത് വേണ മോനെ? ഇത് വേണ്ട മോനെ. എന്നാ ഇത് കിട്ടില്ല കേട്ടാ. എനിക്ക് വച്ചക്കണല്ലേ കൊടുക്കാം. അയ്യോ, സോറി. എനിക്കറിയില്ലായിരുന്നു. സത്യം പറയാം. ഇതങ്ങനെയാ കൊടുക്കണേ? ഇതറിയില്ല. എന്നാ ചെയ്യണ്ടെന്ന് അറിയില്ല. സോറി. എടാ, അവൻ വരുമോ എന്നെ കൊല്ലാൻ? ഓ ഭാഗ്യം, ഞാൻ എന്നെ കൊല്ലുന്നില്ല. എടുത്തോട്ടൊക്കെ വന്നോ. ഹലോ. ഓക്കെ, ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. നേരത്തെ അവൻ അടിച്ചപ്പോഴേക്കും അങ്ങോട്ടൊന്ന് കാണിക്കണമെന്നാ. ഞാനും പേടിച്ചു പോയി. എൻ്റെ കാട്ടം കണ്ടിട്ട്. എടാ വില്ലേജറേ, ഇവിടെ എന്തായാലും വഴി എനിക്ക് പറഞ്ഞു തരുമോടാ? മറ്റേ ഇതിലേക്കുള്ള ഈ ഷീപ്പ് കൂടാരത്തിൻ്റെ അടുത്തുള്ളതൊക്കെ. ഞാൻ ഷീപ്പിണി കിട്ടിയാൽ മതി, ഒരെണ്ണത്തിനെയും കൂടി. ഒരു വെള്ള ഷീപ്പ്, വൈറ്റ് ഷീപ്പ്. എന്തത്? ഇത് സോംബീൻ്റെ ആ ഒരു കോട്ടൺ. അത് ഇൻവെൻ്ററിയൊക്കെ നിറഞ്ഞ്. എന്താ ഷീപ്പ് എന്തിയടാ? ഞാൻ ഷീപ്പിനെ തപ്പുക. എന്തേലും വെള്ള സാധനത്തിലൊക്കെ ഞാൻ അപ്പം അവിടുന്ന് നോക്കില്ല. കോഴി അല്ല. ചമ്മ ഗ്രാസ് വീണ ചാവുമോ? അയന്ന പരിപാടി. ഞാൻ റോബ്ലോക്സ് കളിച്ച് തുടങ്ങിയ സുഖത്തില് മൈൻക്രാഫ്റ്റിന് ഞാൻ ഓബി തീർക്കുന്നു കൂട്ടാ. എടാ നിന്നെ ഞാൻ അടിക്കട്ടെ. ഒറ്റ ചാടി അടിച്ച ഒരെണ്ണം ചത്തോടും. കിട്ടി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ പരിപാടിയുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റണല്ലോ ഇപ്പോൾ. എന്താ കഴിക്കാൻ പറ്റാത്തത്? നമുക്ക് വശക്കുണ്ടല്ലോ. വിളിച്ചല്ലോ ആയിരിക്കും. ഓ, രാത്രി. ഓക്കെ. ഒരു ഫ്രീ ബെഡ് ഉണ്ട്. ആര് പറഞ്ഞ സ്ഥലത്ത്. ഓ, തുറക്കോട്. രാത്രിയാ. ഇതെന്തത്? രാത്രി.
please. Cheats are not unable in this world. Please. പ്ലീസ് വായിച്ചു. ഓക്കെ ഓക്കെ. ഉറങ്ങി. ഇഷ്ടപ്പെട്ടോ? ഉറങ്ങി. നമ്മൾ പാതി ലൈഫും കൊണ്ട് ഈ ലൈഫ് എങ്ങനെയാ പോയേ? ഈ ഒരു ലൈഫ് എങ്ങനെ ഞാൻ നഷ്ടപ്പെടുത്തി? മാറിക്കളവും അങ്ങോട്ട്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒരു അയൺ കിട്ടിയായിരുന്നെങ്കിൽ, ബ്ലാക്ക് സ്മിത്ത് കണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അവിടെ നിന്ന് കുറച്ച് അയൺ കിട്ടും. എന്തേലും ഉണ്ടോ ഇവിടെ? ഏണി. ഇയാളുടെ വീടെന്തോ രാജകൊട്ടാരോ? ഓക്കെ. അതിന്റെ മണ്ടാക്കണ ഞാൻ കയറുന്നേ. ഇന്ന് ചാവാൻ വെച്ചേക്കണ സ്ഥലോ? പിടിയുമില്ല. ഇവിടെ തൽക്കാലം ഇങ്ങനെ നിൽക്കാം. ഇവിടെ ചാടി ചാവോ? ചവും. ഇവന്റെ കൂട്ട് കുറെ അരങ്ങാട്ട് സാധനങ്ങളുണ്ട്. ഞാൻ എന്താ ഇപ്പൊ കണ്ടേ? എവിടെ? എടുക്കടോ, കൊല്ലടോ, അത്രേ ഉള്ളൂ. രണ്ട് വെട്ടിന് ചാവും. യെസ്, മിഷൻ പാസ്ഡ്. റെസ്പെക്ട്. ഞാൻ മണ്ടേ കയറണോ ഇനി? അതൊന്നിനി സ്പേസ് നിൽക്കണം വെറുതെ. ഇത് ഓട്ടോ ജമ്പല്ലേ? ഓട്ടോ ജമ്പാലോ. ഞാൻ വെറുതെ സ്പേസ് നോക്കിയതാ. ഇത് അടച്ചിട്. മൂരി അടച്ചിടാൻ പോലും അറിയില്ലാത്തവൻ. ഞാൻ അവിടെ ഫോർട്ടാണ്. ഈ ഫോർട്ട് എടുക്കണം. എവിടെയാ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ച? ഈ ഫോർട്ടിലാ എൻ്റെ ഉറപ്പ്. അതെ, ഈ ഫോർട്ടിലല്ലേ? ആ ഫോർട്ടിലാ. അപ്പം ആ ഫോർട്ട് എൻ്റെ വീടാക്കാം ഇപ്പം തൽക്കാലം. അത് തന്നെ ആക്കാമെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിച്ച. കാരണം ഈ മൂലയിലുള്ള ഈ ഒരു വീട്ടിൽ സാധനങ്ങൾ കയറാൻ കൂടുതലാണ്. അവിടെ ഗുഹ, അവിടെ ഇരുട്ട് കുറച്ച് കൂടുതലാ. അയ്യോ ഈശ്വര, രാത്രിയാവുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇനി ആ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ പറിച്ചെടുക്കണം ഇവിടുന്ന്. ഓക്കെ, പിഴുതെടുക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്ക്. ഓക്കെ, കിട്ടി. ഇത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പുറത്ത് കുറേ വെയിലുള്ള സ്ഥലമാണ്. അവിടെ അധികം ഈ സോംബികൾ എടുത്ത് വെക്കില്ല നമ്മുടെ. അയ്യോ, സമയം പോണു. എവിടെ? അങ്ങനെ അങ്ങനെ. തീർന്നു. നമ്മളെത്തി. കണ്ട, ഇവിടെ നല്ല വെയില. അവിടെ ചെന്നപ്പോൾ എന്തോ ഇരുണ്ടങ്ങ് മൂടി. ഇത് നല്ല സ്ഥലം. ഇപ്പൊ വീടുണ്ടാക്കാൻ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മുടെ സ്വന്തം വീടായി. ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല. എന്തോ ഇച്ചിന്റെ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. എന്തിയേ? ഇവൻ്ററി ഇല്ല അല്ലേ? ഫെദറൊന്നും എനിക്കിപ്പോൾ വേണ്ട. ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ആവശ്യമുണ്ട്. ഇതിപ്പോൾ തൽക്കാലം പുറകെ കിടക്കുന്ന ഡേർട്ട് കൊണ്ട് തന്നെ കാണിക്കണം. ഇത് ആവശ്യമുണ്ട്. ഇതാ മെയിൻ സാധനം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളിത് എടുത്തിരിക്കുന്നു. ഓക്കെ, നമുക്കിനി ഉണ്ടാക്കേണ്ടത് ബെഡാണ്. യെസ്, അങ്ങനെ നമ്മൾ ബെഡ് മിഷൻ കംപ്ലീറ്റ്. മിഷൻ പാസ്ഡ്. റെസ്പെക്ട്. ഒരെണ്ണം മതിയില്ലേ? ഒരെണ്ണം മതി. ഇല്ല, ഒരെണ്ണം 2 ഉണ്ടാക്കാൻ ഇതുണ്ട്. ഓക്കെ, അത്രയും മതി. എനിക്ക് അത്രയും മതി. നീ എത്രയും മതി. 25. ഈ 2 വെച്ച്. അയ്യോ, ചെറിയൊരു അബദ്ധം പറ്റിയോ എന്നാണ് പ്രശ്നം. സ്ഥലമില്ല. ഇപ്പൊ ഇവിടെ തൽക്കാലം കിടക്ക്. ഇനി ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്ഥലമില്ലാത്ത വീടും കൊണ്ട് ഞാൻ വന്ന് പൊട്ടൻ നിൽക്കേ. ഈ ഇതെടുത്തിട്ടേ ഇവിടെ ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ നമ്മുടെ ഈ വുഡൻ പ്ലാങ്ക്സ് വെച്ച് വലിയൊരു സ്ഥലം ഉണ്ടാക്കാം. നല്ല ഐഡിയ.
ഉമ്മേ പോലെ പോലെ താഴോട്ടേക്ക് പോയ പെട്ട്. ഇത് പോക്കോട്ടെ, നമ്മൾ പോയല്ലേ. ഇതാണ് നമുക്ക് താഴെ തന്നെ ഇറങ്ങി അങ്ങോട്ടും എടുക്കാം. ഇപ്പൊ എന്തോരം ചീപ്പാക്കി കിടക്കണേ നോക്കിയത്. അവിടെ നോക്കിയാ ഒരെണ്ണം. അവിടെ തന്നെ ഒരു വലിയ സ്പേസ് നമുക്ക് വീടുണ്ടാക്കാൻ വെച്ചേക്കണേ. നമ്മൾ വലിയ പ്രോയൊക്കെ ആകുമ്പോൾ വീടൊക്കെ എടുക്കുന്നുണ്ട്. വീടൊക്കെ ഉണ്ടാക്കും. ഇത് ഇങ്ങനെ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക. ചേട്ടങ്ങനെ വെക്കണേ. നീ ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെയും കൂടി ഒരെണ്ണം വെച്ചേക്കുക. അതൊന്നും വെക്കാൻ പറ്റാത്ത വെക്കണം. ആരും നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓ ശരിയാ, ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതും പൊളിച്ച് കളയണം. ഇനി ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി ഇവിടെ വെച്ചാൽ കഴിഞ്ഞ പരിപാടി. ഇപ്പം എത്ര ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. നമ്മളപ്പോൾ വീട് അപ്ഗ്രേഡ് ആയോ? ഇല്ല, ഇവിടെ ഇതും കൂടി വെച്ച് ഇതൊക്കെ എത്ര ആയുള്ളൂ. ഇനി ഇതും കൂടി ഇവിടെ ഇടയിൽ കൊണ്ടുപോയി വെക്കണം. ചില്ലി വേണം. ഈ ചില്ല് വേണം. കുഴപ്പമില്ലാത്തോളം അവിടെ തൽക്കാലത്തേക്ക് കിടക്കട്ടെ. നമുക്ക് വഴി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ ബെഡ് ഓക്കെ, ഇവിടെ ബെഡ് വെക്കാം. നല്ല സ്പോട്ട്. നമുക്ക് ഇങ്ങനെ കയറി ഒന്ന് നടക്കാം. അപ്പോൾ നമ്മുടെ വലിയ ഇതൊക്കെ അപ്പം നമുക്ക് എടുത്ത് ഇവിടെ വെക്കാം. ലാർജ് ടെസ്റ്റായി. നമുക്ക് ഈ ചെസ്റ്റിൽ കൊണ്ടുപോയി ഇത് വെക്കാം. എങ്ങാനും ചത്തുപോയാൽ മുടിഞ്ഞ്. റോട്ടൻ ഫ്ലഷ് ആവശ്യം വരില്ല, എന്നാലും വെച്ചേക്കാം വെറുതെ. ആവശ്യമില്ലാത്ത എല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ, ആവശ്യമുള്ള എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെക്കും. പക്ഷെ നമുക്ക് പുറത്തോട്ടേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ. കോബിൾ സ്റ്റോണിൻ്റെ ഒരു സ്റ്റെയർ ഉണ്ട് നമ്മുടെ കയ്യിൽ. കോബിൾ സ്റ്റോൺ 4 എണ്ണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോണേജ് ഉണ്ടാക്കാൻ പറ്റില്ലേ? അതൊക്കെ വഴി ഉണ്ടാക്കാം. ഇപ്പം തൽക്കാലം ഇങ്ങനെ എടുക്കട്ടെ. അല്ല അങ്ങനെയൊന്നും വെച്ചാൽ പറ്റില്ലല്ലോ. വാടാ, സ്റ്റോൺ ഇങ്ങോട്ട് കഴിഞ്ഞു. ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. ഈ രാത്രി കൊണ്ട് നമ്മൾ വലിയ പ്രോയാവുമെന്നാണ് തോന്നണം. വലിയ പ്രോ ഒന്നും ആവില്ല, വീടുണ്ടാക്കണ പ്രോയൊന്നും ആവില്ല. എന്നാലും ഈ സർവൈവൽ പ്രോ ഇതുവരെ ചത്തിട്ടില്ല. ചാവാത്ത പ്രോ. മൈൻക്രാഫ്റ്റ് ഇതുവരെ ചാവാത്ത ആരാ? ഞാനല്ല. ഞാൻ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ചത്തിട്ടുണ്ട്. 2-3 ദിവസം കണ്ടൊക്കെ ചത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. മൊത്തത്തിൽ അങ്ങ് ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കി തരും. ഓക്കെ, നീ ക്രാഫ്റ്റിൻ്റെ കൂടെ സ്റ്റിക്ക് സ്റ്റോണേജ് ഇത് ഇവിടെ കൊണ്ടുപോയേക്കാം. വീടങ്ങോട്ടേക്ക് വലിയ സെറ്റപ്പ് ആക്കിയാൽ തീർന്നു. വലിയ പണിയൊന്നുമില്ല ഇനി.
ഒരു ഷവലുണ്ട്, പിക്കാക്സ് ആണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കേണ്ട. കുഴപ്പമില്ല. എന്താ എനിക്ക് വെക്കാൻ പറ്റാത്തത്? ഇൻവെന്ററി കാര്യം ഇനി ചത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. XP കുറച്ച് പോവാത്ത വലിയ രാത്രിയൊന്നുമല്ലല്ലോ. വീണ്ടും റോട്ടൻ ഫ്രഷ്. അമ്മേ അമ്മേ, ആടാ എന്നോട് ആരോട് വരാൻ പറഞ്ഞു? അമ്പട്ട് അമ്പടെ ഇത് അവിടെ നിന്ന് കത്തുണ്ട്. ഇപ്പൊ ചവപ്പ്. ഓ ഈശ്വരേ, ഈശ്വരേ സുപ്രഭാതം. പിന്നെ നമ്മൾ ഈ റോട്ടൻ വിഷം കഴിച്ചാൽ അറിയാലോ, വിഷമാ. രാത്രി ആവുന്നുണ്ട്. ഇനി കിടന്നുറങ്ങാം. ആ ക്രീപ്പർ ആ വീട് നശിപ്പിച്ചു പാതി. നമ്മൾ അതെന്തിനാ നശിപ്പിച്ചതെന്ന് അവനറിയില്ല, എനിക്കറിയില്ല എന്തിനാ അവൻ നശിപ്പിച്ചതെന്ന്. ഈ ചിക്കൻ ഇപ്പോൾ നമുക്ക് കഴിക്കാം. ഫർണസ് ഉണ്ടാക്കണം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അത് കോബിൾ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ കഴിക്കണം? ഇങ്ങനെയല്ലേ കഴിക്കണേ? ഞാൻ ചേച്ചി പൊട്ടിയെടുത്ത് കഴിക്കണം. കഴിച്ച് നമ്മളിത്രയും കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹങ്കർ കൂടിയിരിക്കുക. ചത്തല്ലാരും ചത്തല്ലേ? ഉമ്മേ, ഒരു സാധനം അവിടെ നിൽപ്പുണ്ട്. ലൈഫ് അത്രയും മതി. വാ 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 വാ. ഉമ്മ കാണിച്ചവൻ ഞാൻ. ഇവിടുന്ന് അവിടെ എന്താ എവിടാ? എനിക്ക് ബോൺ കിട്ടി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പട്ടീനെ എനിക്ക് ഫീഡ് ചെയ്യാം. ആ ഫാമിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇറങ്ങാൻ കുറേ ചെകുത്താന്മാർ ഇവിടെ വെക്കുക. ഇനി ഞങ്ങൾ കുറേ ചാലഞ്ച് വീഡിയോസ് ചോദിക്കണം, കണ്ടന്റ് ചോദിക്കണം. ഈ എന്താ ഇങ്ങനെ ഗ്രാസിൽ തൊടരുത്, അല്ലെങ്കിൽ കല്ലി തൊടരുത്, അല്ലെങ്കിൽ എന്താ പറയുക ഹാർഡ് കോർ ജീവിക്കുക, എന്തെങ്കിലും ഒരു ഇത് പറയാ. ഇപ്പം തൽക്കാലത്തേക്ക് ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്ന് നമ്മൾ ലീവ് ചെയ്യേണ്ട സമയം ആയേക്കുക. ഇനി തോന്നുന്നു. ഓഹോ, ഭാഗ്യം തീർന്നു. ഇനി ഇതിന് വേണ്ടെന്ന് അവിടെ ഇടുന്നുണ്ട്. എനിക്ക് ആ ചെലന്തീനെ ചെലന്തി വിഷയ. ഗൈസ് ഞാൻ ഇവിടെ കോള് കണ്ടു. അവിടെ ഒരു കോളുണ്ട്. ഈ പ്രാന്തൻ ഇവിടെ നിൽക്കണോണ്ട് ഇവിടെ കുറേ ഒരു സാധനങ്ങളുണ്ട് ആ ഒരു ഗുഹയിൽ. ഓരോന്നും പടക്കണ വരവ് നോക്കിയേ. ടമ്മോ, എങ്ങനെയാ? ലാമുണ്ട്. ഓക്കെ, സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്, അത്രയും മതി. ഇനി നമുക്ക് ഇവിടുന്നായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി അവിടെ മൈനിങ് തുടങ്ങാം. ഇവിടെ തുടങ്ങിയാൽ അറിയാലോ പെട്ട്. ചെലന്തി കത്തൂല അല്ലേ? ചെലന്തി കത്തുവോ? എനിക്കറിയില്ല ചെലന്തി കത്തുവോന്ന്. എനിക്ക് ചെലന്തീൻ്റെ കാര്യം അറിയില്ല. സ്കെലറ്റനൊക്കെ കത്തും. അവിടെ സ്കെലറ്റൻ ഒന്നാം. അമ്മ ബൈ ബൈ പറയാൻ വിളിച്ചത്. ശരി, ഇതുണ്ടത്. ഞാൻ കുറിച്ച് ഇവന്മാരെൻ്റെ ലോകം കൈകടി എടുത്ത് വെച്ചേക്കും. ഇത് നല്ലൊരു ബയോമായിരുന്നു എന്തായാലും.
അപ്പോൾ നമ്മൾ ഇത് ലീവ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചേക്കണത്. അപ്പോൾ ബൈ. നമ്മളിത് ലീവ് ചെയ്ത് നമ്മൾ നമ്മൾ കുറേ വീടുണ്ടാക്കി. ഈ വീടായിരുന്നു നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, തന്നെ ഉണ്ടാക്കിയ വീട്. അത് ജംഗിളിൽ ഇതായിരുന്നു നമ്മുടെ സ്കിന്ന്. നമുക്ക് കുറേ സ്കിന്നുകളുണ്ട്, നമ്മളെല്ലാം തന്നെ ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ഒരു സ്കിന്ന്, ഇത് രണ്ടാമത്തെ സ്കിന്ന്, ഇത് മൂന്നാമത്തെ സ്കിന്ന്, ഇത് നാലാമത്തെ സ്കിന്ന്. ഇതായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കിന്ന്. ഇതായിരുന്നു കേട്ടോ ആദ്യം എനിക്ക് സ്റ്റീവിനെ കിട്ടിയപ്പോൾ. എനിക്കപ്പോൾ ഹീറോ ബ്രെയിൻ്റെ ഡ്രസ്സ് വേണമായിരുന്നു. അപ്പം ഈ കണ്ണിൻ്റെ ആ ഒരു ഐബോൾ ഞാൻ വൈറ്റ് ആക്കി മൊത്തത്തിൽ. അപ്പം ഇത് ഹീറോ ബ്രെയിൻ ലുക്കായി. ഇത് രണ്ടാമത്. ഇത് കണ്ടിട്ട് വലിയ ഈ ഹീറോ ബ്രെയിൻ്റെ വലിയ ഫാഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സ്കിന്ന് ഞാൻ രണ്ടാമതുണ്ടാക്കി. അതെനിക്ക് അത്രയ്ക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി പുതിയ സ്കിൻസ്. പിന്നെ ഈ ഹീറോ ബ്രെയിൻ സ്കിൻ ഇപ്പോൾ വേണ്ട. അതെങ്ങനെ ഞാൻ ചെയ്തതെന്ന് അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ എനിക്ക് കേപ്പൊക്കെ ഉണ്ട്. ഇവന് കേപ്പ് കിട്ടിയതുണ്ട് പുറകെ. അതൊക്കെ കണ്ട് ഇവിടെ ആയിട്ട് ഒരു ചതുരം പോലെ ഇരിക്കണം, അതൊരു കേപ്പാണ്. ഇവിടെ ഞാൻ കേപ്പ് ഇങ്ങനെ കൊടുക്കണമെന്ന് കാണിച്ചു തരാം. എഡിറ്റ് ക്യാരക്ടർ വെക്കുക, ഇത് എടുക്കുക, അത്രേ ഉള്ളൂ കേപ്പ്. മൈൻക്രാഫ്റ്റ് നല്ലോണം അറിയാവുന്നവർക്കൊക്കെ ഇതറിയാം, നല്ലതായിട്ട് അറിയാത്തവർക്കും അറിയാം. ഇവിടെയാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. ഇത് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ കിട്ടും മൈൻക്രാഫ്റ്റ്. സത്യം ഇടുമ്പോൾ ഇതാക്കണ്ട, ഫ്രീയാണ്. ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് ഇവരുടെ ഇതൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ. കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ കമൻറ്റ് ചെയ്യണ്ട. കാണാത്തവർ വേറെ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോ. കണ്ടന്റ് ഇല്ല ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ സ്കിൻസൊക്കെ കിട്ടിയത് എനിക്ക് വേറെ എവിടെ നിന്നല്ലോ ഇതിൽ നിന്ന് തന്നെ കിട്ടിയേ. പക്ഷേ ഈ സ്കിൻസ് ഇല്ലേ, സ്കിൻ സ്റ്റോക്ക് തീർന്നു. മതി. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ച സ്റ്റോക്കുകളിൽ നിന്ന് വാങ്ങിച്ച് ഈ 3 എണ്ണം ഇതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത്. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. എന്തോ തുണിയില്ലാതെ ഇരിക്കുന്ന പോലെ. ഡയമണ്ടാണ് ഇത്. എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് എന്തോ കുരങ്ങൻ്റെ കൂട്ടം മോന്തായി നോക്ക്. നിങ്ങൾ ഏതെല്ലാം ജീവിനെ കണ്ടിട്ടില്ല? എന്തുകൊണ്ട് ഒരു ജീവിൻ്റെ ഇത്. ഇതെന്തത്? ഇത് എമോട്ടല്ലേ? ഓക്കെ, ഇതാണ് എൻ്റെ അക്കൗണ്ട് ഇപ്പോഴത്തെ. എനിക്കിപ്പോൾ ആഡ് ഫ്രണ്ട് ഒന്നും ചെയ്യാൻ അൺലോക്ക് ഫുൾ ഗെയിം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഗെയിം അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബൈ, ഞാൻ ലീവ് ചെയ്തു. ബൈ.